ഹലോ ഗായ്സ്, നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മനസ്സിലായി നിങ്ങൾക്ക്. അപ്പൊ നമ്മള് വേളങ്കണ്ണിയിൽ പോകുകയാണ്. വേളങ്കണ്ണിയിലേക്ക് പോവുകയാണ്. തമിഴ്നാട് സ്ഥലം അറിയാലോ നമുക്ക്. അപ്പൊ ഇവിടെ സ്ഥലത്ത് ഇതിപ്പോ നമ്മള് പൊള്ളാച്ചി കഴിഞ്ഞിട്ടുള്ളൂ. ഡിണ്ടിഗല് വഴി ആ സ്ഥലത്തേക്കാണ് പോണത്. ഡിണ്ടിഗല് വഴി വേളങ്കണ്ണി. ആ സ്ഥലത്തേക്കല്ല, ആ സ്ഥലത്തേക്ക് പോവാ. അപ്പൊ നമ്മള് പൊള്ളാച്ചി എത്തിയിട്ടുണ്ട്. ഡിണ്ടിഗൽ വഴിയാണ് പോണത്. അങ്ങനൊക്കെ വിന്റർഫീലല്ല അപ്പൊ നല്ല കാലാവസ്ഥയൊക്കെയാണ്. ഞങ്ങള് വരുന്ന വഴിക്ക് നല്ല തണവുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ട്, നല്ല മഴക്കാർ ഇങ്ങനെ ഇവിടെ മഴയില്ല കേട്ടാ. മഴയില്ല, പക്ഷെ വെള്ളമുണ്ട്, വെള്ളമൊക്കെ കെട്ടിയിട്ടുണ്ട്. മഴ പെയ്തുണ്ട് തോന്നുന്നു. പക്ഷെ ഇവിടെ അത്ര മഴയില്ല. നമ്മളവിടെ ഉള്ള കേരളത്തിലെ പോലെ അത്ര മഴ ഇവിടെ ഇല്ല. നല്ലൊരു കാലാവസ്ഥയാണ്. മഴ പെയ്യോന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇനി അവിടെ എത്തിയിട്ടില്ല. നമ്മളവിടെ തെങ്ങ് തോട്ടമില്ലെങ്കിൽ ഇവിടെ ഫുള്ള് തെങ്ങ്. നമ്മളവിടെ വാഴയാണെങ്കിൽ ഇവിടെ തെങ്ങാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അവിടെ ഇളനീരൊക്കെ നാട്ടിലേക്ക് വരുന്നേ. തമിഴ്നാട് ഇളനീര് വരുന്നില്ലേ, എന്നിട്ട് ഇവിടത്തെ കൂടുതലാന്നുണ്ട്. മൊത്തത്തിൽ വേറെ സാധനമില്ല. ഇതാണ് മിഞ്ച്. അടിപൊളി ഇവിടെ ഫുള്ള് കറണ്ടായി കൊടുക്കുന്നപ്പോ ഇവരാവട്ടാ. ഇവരെ പണിയിലാവും ഇവിടെ മുഴുവൻ പ്രവർത്തിക്കുന്നത്. സൂപ്പർ. നമ്മ മുഖത്തൊക്കെ തിരിയണ പോലെ അല്ലേ. ഇതിന്റെ ലീപ്പ് ഒരു വലിയ ലോറിയിൽ വരാന്നോണ്ട് കാണുമ്പോ ചെറുത് പണയും ഞങ്ങള് ഒരു ഇതൊക്കെ വേളങ്ങനെ രാത്രിക്കൊക്കെയായിരുന്നു ആദ്യം പോയിരുന്നത്. ഇനി ഞങ്ങള് പ്ലാൻ മാറ്റി. കാലത്തൊരു 6 മണിക്ക് ഇറങ്ങി. അപ്പൊ നല്ല സുഖമായിട്ട് ഇപ്പൊ ഒരു 140 കിലോമീറ്റർ ആയി. ഒരു മണിക്കൂറല്ല, നമ്മളൊരു 2 മണി എന്തായാലും പ്ലാൻ ഉണ്ടാവും. 2 മണി 3:30 ഈ നിലയ്ക്കാനും വേഗം എത്തും. നല്ല റോഡാണ്. ഇനി ഞങ്ങൾ ഫുഡൊക്കെ അടിക്കണ്ടേ, അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. നോക്കിയാ അവിടേക്കൊക്കെ മഴക്കാര് കാണിച്ചിരുന്നു. ഒരു 1.5 മണിക്കാരുള്ളത്. നമ്മള് രാത്രിയിലെ വേറെ രാത്രി പോകുമ്പളേ നമ്മള് ശ്രദ്ധിക്കാറില്ല. പകല് യാത്ര കുഴപ്പമില്ല കേട്ടാ. ക്ഷീണമില്ല. നമ്മള് പ്രാവശ്യം വന്നിട്ട് മണ്ണൂത്തി കഴിയുമ്പോഴേക്കും കിടന്നുറങ്ങിയ ടീം നമ്മള്. അന്ന് 11 മണിക്ക് ഇറങ്ങിയ വീട്ടിൽ നിന്ന്. പിന്നെ ഇവിടെ കൊറേ പുളിമരങ്ങളുണ്ട്. നല്ല കാടാണ്. കാടായി ഡിണ്ടിഗല് കാണിക്കുന്ന ഒരു 100 കിലോമീറ്ററാണ്. അവിടെ വിൻഡ് വീലിനെ എപ്പോ നോക്കിയാലും വിന്റർ ഫീല്. അതായത് വ്യാപാരികളാകുമ്പളേ നമുക്ക് എപ്പോഴാണ് വിന്റർ ഫീല് വരിക. ഇതൊക്കെ ഈ വീടുകളൊക്കെ ഒരേ ലെവലില്ലേ, ഒരേ ഹൈറ്റ്. നമ്മളവിടുത്തെ പോലെ അല്ല കേട്ടോ. ഒരു നില തന്നെ മാങ്ങയ്ക്കുണ്ടെങ്കിൽ നമുക്ക് നിർത്തി വാങ്ങിപ്പോട്ടെ. നല്ല മാങ്ങ പോട്ടെ. അവരവിടെ അടിപൊളി മാങ്ങ. എന്തായാലും ചായ കുടിക്കണ്ട നമുക്ക്. ചായ കുടിക്കണം.
ചായ കുടിച്ചുള്ള വിശേഷങ്ങൾ പിന്നെ പറയാം. വേറെ പ്രത്യേകത ചൊല്ലും കാണിക്കാം. അപ്പൊ ഓക്കെ. ഹലോ, അപ്പൊ നമ്മള് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു. ചായ കുടിച്ചില്ലേ? ചായ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചായക്ക് സെറ്റാണ്. നല്ല ഡിണ്ടിഗൽ റോഡ് നല്ല പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിട്ടും കേട്ടാ. കൊറേ വിൻഡ് മീൻസ് ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ 73 കിലോമീറ്റർ. ഒഴിഞ്ഞു കിടക്കുന്ന റോഡ്. ആ പളനി ഇവിടെ അടുത്തടെ 21 എഴുതിയുണ്ട്. കോണഴിക്കുന്നപ്പോ പളനി ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളായ കാരണേ നമ്മളെ കട്ടയിലൊന്നും നമ്മുടെ അവിടെ വെച്ചാൽ ഇങ്ങനെ നടക്കൂടെ? വിജയിക്കോ? പൂവിരിക്കണെങ്കിൽ നമ്മളടുത്ത ചെറിയ എന്തായാലും നല്ല രസത്തിലുള്ള റോഡ്. നല്ല പകൽ ടൈമായിക്കാൻ നല്ല രസമുണ്ട്. ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. നല്ല സ്ഥലങ്ങൾ വരുമ്പോ കാണിച്ചു കൊടുക്കാം. ആ കാണുന്നത് ആ ചെമ്മരിയാട്ടുള്ള കാണാ കൊല്ലം കാണുന്നത് നല്ല സ്പീഡിൽ വേണം കാണില്ല. ആ പൂക്കൾ നോക്കിയ എങ്ങനെയുണ്ട്? പൂ കാണിക്കറ നമ്മളെ കടലാസ് പൂവാണത്. ബോഗൻവില്ലാന്ന് ഇപ്പൊ ഞങ്ങള് കടലാസ് പൂന്ന് കൊണ്ടുവരണ്ടാണ്. പിന്നെ ഇപ്പൊ ബോഗൻവില്ല എന്നായി ഇപ്പൊ പോയിട്ട് അവിടെ മൂലക്കല് പളനിയാണ്. പളനിയാണ് തമിഴന്മാര് ഫുള്ള് കൃഷിയും കാര്യങ്ങളും. കക്കണ വേപ്പുണ്ടാവും ഇഷ്ടം പോലെ. നട്ടപ്പറ വെയിലത്ത് പോണെക്ക് സമ്മതിക്കണം. ചൂടും ഇവിടേക്കൊന്നും മഴ എത്തിയില്ലെന്നില്ല. കുറച്ചവിടുന്ന് കൊണ്ടുവരായിരുന്നു മഴ. എന്തായാലും നല്ല ഇതായിട്ട് ഇത് പണ്ടതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പകല് വരുമ്പോഴൊരു എഫക്റ്റ്. ഇപ്പൊ അല്ല പിൻമില്ല് ഓരോന്നും ഇടയ്ക്കുള്ളത്. ചിലപ്പോ ആ ഏരിയയിൽ കറണ്ട് ഉണ്ടാക്കാനാവും. മറ്റേ ഷീറ്റാണല്ലോ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു. വേറെ വെറും തെങ്ങും തോപ്പ് തന്നെ. തെങ്ങും തോപ്പ് ഇതില്ലാട്ടവിടെ. ഡിണ്ടിഗൽ 52. ഡിണ്ടിഗലിന് പിന്നെ തഞ്ചാവൂര പറഞ്ഞ. അതിന് മേലെ മരങ്ങൾ നോക്കി. കോട എനിക്ക് തോന്നുന്നു കൊടൈക്കനാലാവും അല്ലേ? മടങ്ങി വരുമ്പോ കൊടൈക്കനാല പഠിക്കാം. കൊടൈക്കനാല മതിയാ? എന്താ കൊടൈക്കനാല വേണ്ട? കൊടൈക്കനാല വേണേ കൊടൈക്കനാല പഠിക്കാം. കൊടൈക്കനാല വേണ്ടേ? ഭംഗിയുണ്ടല്ലോ കാണാൻ. അത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാവോ ചെടി? അല്ല എന്റെ മേലെ
പിടിപ്പില്ല, വെച്ച് പിടിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ വിൻഡർമില്ലിന്റെ വിൻഡർ വീറ്റ് ഇതൊക്കെ എന്താ നീട്ടല്ലേ, എത്ര നീട്ടത്തില് ഇതിന്റെ സമ്മതിക്കണോ, ഓടിച്ചു പോണ സമ്മതിക്കണം. റെയിൽവേ മേലെ നമ്മളടി കൂടെ സംഭവം. ആ ഇത് ഞങ്ങളിപ്പോ മറ്റേ സ്ഥലത്തിന് വരുന്നത് നമ്മളെ ഡിണ്ടിഗൽ കഴിഞ്ഞ് മധുരൈ റോഡിലൂടെ ഞങ്ങള് തഞ്ചാവൂര് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകാം. ഇവിടെ കുറെ കൃഷിത്തോട്ടം ഉണ്ട് കേട്ടോ. പറ്റിയ തെങ്ങളുടെ അടിയണ്ട എന്തോ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മധുരൈ എന്ന് പറയുമ്പോ 6 മണിക്കൂറൊക്കെ മധുരത്തില്ല നിലയ്ക്ക്. കോവ എവിടെ, കോവക്കായോ സൈഡിലെ കാണിച്ചോടെ കോവക്കായോ കോവക്കല്ല അമ്മ അല്ല. എങ്ങനെയുണ്ട് കിടക്കാച്ചി അല്ലാണ്ട് പിന്നെ എന്താ പറയാ. എത്ര വന്നിലൂടെ മുന്തിരിത്തോട്ടോ, മുന്തിരി ആവൂല അല്ലെ, മുന്തിരി തന്നെ ഉണ്ടോ? മുന്തിരി തൈ അല്ല വെറ്റില് വിൽക്കാൻ പറ്റുന്നത്. നമുക്ക് സൈഡാക്കി നോക്കി നോക്കാം. ഇതെന്താ ഇത് ചെറുത് മുരിങ്ങ ചട്ടി അടാണ ഇത് ചോദിച്ചോക്കാം. മുന്തിരിക്ക് എന്താ വില ചോദിച്ചോക്കാം. മുന്തിരി തോട്ടം അവിടെ ചേട്ടാ മുന്തിരിയാണ് ഗ്രേപ്പാണോ മുന്തിരിയ? 150 രൂപ. മുന്തിരിയാണ്. മുന്തിരി പേര് പന്നീർ തെറാച്ച കാണിച്ചോടെ മാങ്ങയാവൂല, അതാ നമ്മളല്ലേ. മുന്തിരി ഇവിടെ പൊട്ടിക്കണതാ வெளியில வரேன். എത്ര രൂപ? 150 രൂപ. 2 ആക്കല നല്ല ഇതില് മുന്തിരി മുന്തിരി കൊടുത്തു. അല്ല അതില് മുന്തിരിയാ അത് പിഞ്ചാ ഇറക്കുത്. ചെറുത് 150 രൂപ. എന്തേലും ഇതാക്കണ്ട. മധുരം സ്വീറ്റ് തിഞ്ചില വെച്ചിരിക്കാൻ ആനാട്ടോ നമുക്ക് ചാമില്ല. കഴുകാൻ വെള്ളം വേറെ വെള്ളല്ല കഴുകാൻ. മാമ്പഴം വേണോ? പാനി അല്ല തണ്ണി വേണമാ? കഴുകാൻ. നല്ല മുന്തിരി അത് വാങ്ങി വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ടാ. ഇപ്പൊ പൊടിയൊക്കെ പോയി നല്ല വൃത്തിയിൽ സെറ്റാക്കിണ്ടേ. ഇതൊക്കെയാണ് ഈ ഇങ്ങനെ ടൂർ പോകുമ്പോ മഴ പെയ്യില്ല.
മഴ പെയ്യണ്ടല്ലോ. ഇതാണ് ഇങ്ങനെ ടൂർ പോകുമ്പോഴുള്ള രസം. ഇങ്ങനെ നിർത്തുക, എന്തെങ്കിലും കാണുമ്പോൾ വാങ്ങുക, എന്നിട്ട് തിന്നുക. നല്ല മുന്തിരിയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് കേട്ടാ റോഡ് ട്രിച്ചിക്ക് ഇങ്ങനെ ട്രിച്ചിക്ക് പോലെ എന്താ രസല്ലേ. നല്ല രസമുള്ള നല്ല പുറത്താണെങ്കിൽ മഴയുടെ ഒരു മൂടിക്കെട്ടിലും 3:30 നമ്മൾ ഇരുട്ടാണ്. ആ ഇവിടെ മറ്റേ ഇതാണ് അമേരിക്ക. ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ഒരു പ്രത്യേക വൈബാണ്. പകല് പോകാന്നുള്ളത് നല്ലത്. ഒരു ദിവസം പോക്കാന്നല്ലോ. മധുരൈ നമുക്ക് മധുരയിൽ കൊണ്ട അല്ലേ. നമുക്ക് ഒരാൾ തന്നുണ്ട്. മധുര തഞ്ചാവൂര്. ആ അപ്പൊ റൈറ്റ് കയറണമെങ്കിൽ അവിടെ പോയിട്ട് തഞ്ചാവൂർ ചോദിച്ചോക്കാം ചേട്ടൻ. ചേട്ടാ തഞ്ചാവൂര് തഞ്ചാവൂര് ആ ഇതിന് മേലെ റൈറ്റാ. ആ അതിങ്ങനെ കയറാൻ പറ്റില്ല. ഇങ്ങനെ പോയാലും ഇത് കൂടെ പോയാലും കയറാൻ പറ്റില്ല. അങ്ങനെ പോയിട്ടാ ട്രിച്ചി ഇങ്ങോട്ടല്ലേ പോണ തഞ്ചാവൂരിന്? ഇങ്ങോട്ടാ അങ്ങോട്ട് തഞ്ചാവൂർ അങ്ങോട്ടാണല്ലോ. ഹലോ കണക്കൂടെ കയറാതല്ല. എനിക്ക് ഇവിടെ കുപ്പി വെള്ളം വേണ്ടപ്പ ഒന്നുകൂടി ചോദിച്ചിട്ട് വാ. ചോദിച്ചു തഞ്ചാവൂർ ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടല്ലേ തഞ്ചാവൂർ പോണ്ടേ? നേരെ തഞ്ചാവൂര് ട്രിച്ചി വേളാങ്കണ്ണി ഓക്കെ. നീ മറ്റേ കള്ളന്റെ പോലെ നേരെ തഞ്ചാവൂര് അല്ലേ? നേരെ അല്ലേ? മധുര എന്തിനു പോയത്? അപ്പൊ അങ്ങനെ ഞങ്ങൾ വീണ്ടും പോന്നെ തഞ്ചാവൂര്. റോഡ് സൂപ്പറാ. അതിന് മുട്ടുണ്ടാകും. എന്താ രസല്ലേ ഫ്ലൈറ്റ് കിടക്കണ പോലെ. നല്ല പോടും. ഇരുട്ടാ കിടങ്ങിട്ടാ. 5 മണി കിടങ്ങില്ലേ? 4:30. ഞങ്ങളിപ്പോഴത്തെ നിലപാടനുസരിച്ച് ഒരു 6-7 മണിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഗൂഗിൾ ശരിച്ച് കാണിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ സുഖമായിട്ടൊരു ഉറക്കമൊക്കെ ഇറങ്ങി തഞ്ചാവൂരിന്റെ ട്രിച്ചി ഒരു 7 മണി തന്നെ. അപ്പൊ പിന്നെ ആ പള്ളിയുടെ അടുത്താകുമ്പോ ഇരുട്ട് കാണാം. അപ്പൊ രാത്രി കാണാം. രാത്രി ട്രെയിനിന്റെ പാർട്സ് അടപ്പാണ് നോക്കിയ വീലുകള്.
വീല് അതിന് മുന്നേ ട്രെയിനിന്റെ എഞ്ചിന്റെ പാർട്സ് വരും. എഞ്ചിനല്ല, നോക്കിയാൽ നമുക്ക് അടുത്ത വല്ല വണ്ടി കൊണ്ടുപോകും. അതെന്ത് സംഭവം അല്ലേ? ഇല്ല ഇല്ലടേ. അപ്പോൾ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഫുഡൊക്കെ അടിച്ച് സെറ്റായിട്ട് ഇപ്പോൾ രാത്രി ഉണ്ട്, 7 മണിയുണ്ട്. ഫുഡ് അടിച്ചേ? എവിടുന്നോ ഇതൊരു കടയിൽ നിന്ന്. ഫുഡ് അടിച്ചിട്ടില്ല? ഫുഡ് അടിക്കോ? മീൻസ് ഉച്ചത്തെ ഫുഡാണ് ഉദ്ദേശിച്ചത്, രാത്രിക്കല്ല. അപ്പം എല്ലാം അപ്പോൾ അവിടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്, കാണുന്നില്ല. അമ്മ ബാക്കിലുണ്ട്, ചേട്ടൻ അതിൻ്റെ ബാക്കിലുണ്ട്. എല്ലാവരും ഭയങ്കര ക്ഷീണിച്ച് പോയി. വണ്ടി ഓടിക്കുന്നതിൻ്റെ അപ്പനാണ്, പക്ഷെ അവരാണ് ക്ഷീണിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, ഭയങ്കര രസമുണ്ട് കാണാൻ. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ റോഡുകളൊക്കെ സൂപ്പറാണ്. ഹൈവേ റോഡുകളൊക്കെ ഭയങ്കര ഇതാണ്, കുണ്ടുമില്ല, ഒരു കുഴിയില്ല. ഇവിടുത്തെ ഈ റോഡുകളും സാധാ റോഡുകളും മെയിൻ റോഡ് അങ്ങനത്തെ റോഡൊന്നും കുഴപ്പമില്ല, കുണ്ടും കുഴിയൊന്നുമില്ല. നല്ല സുഖമായി വണ്ടികളൊക്കെ പോകാൻ പറ്റും. നമ്മളടുത്ത പോലെയല്ല. പിന്നെ പ്രശ്നമൊന്നുമില്ല. ബൈക്കിലൊക്കെ ആൾക്കാർ പോയി 4 പേര് 3 പേർക്ക് വെച്ചിട്ട് പോവാ. ഭയങ്കര ഇതാണ്. ഹെൽമെറ്റും ഇല്ല. ഒരു ചേട്ടനുണ്ട് ഹെൽമെറ്റ് വെച്ചിട്ട്. അതെ, അത്രയും അപൂർവമാണ് ഇവിടെ ഹെൽമെറ്റ്. അങ്ങനെയൊക്കെ പറയാം. അതെ. പിന്നെ വേളാങ്കണ്ണിന്ന് മലയാളത്തിൽ എഴുതിച്ചിട്ടാണ്, അത് കാരണം കറക്റ്റായിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ 7:30 എത്തുന്ന പറഞ്ഞ ചിലപ്പോ 7:45 ബ്ലോക്ക് ഇത് വഴി ചെറിയ വഴി, നമ്മളടുത്ത വഴി അങ്ങനത്തെ അല്ല, ചെറിയ വഴി നമ്മളടുത്ത വഴി. 2 വണ്ടികളൊക്കെ ഒപ്പം പോകട്ടോ. 30 കിലോമീറ്റർ. അതുകൊണ്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇവിടുത്തെ മേഘങ്ങൾ കാണാൻ ഭയങ്കര വണ്ടർഫുൾ ആണ്. എന്നാലും ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ചേരം കിടന്നുറങ്ങിയൊക്കെ ചെയ്താലും നേരം ഇത് 12 മണിക്കൂർ കറക്റ്റാ നമ്മളെ വണ്ടി ആയപ്പോ. മറ്റുള്ള വണ്ടിയിൽ വരുമ്പോ അത്ര വരുന്നില്ല, ഒരു 10 മണിക്കൂറൊക്കെ പിടിക്കുള്ളൂ. സ്ഥിരം വരണവരല്ലേ അവർക്കറിയാൻ പറ്റും. ഫുഡ് അടിക്കാനൊക്കെ നിർത്തി. മറ്റേ 8 മണിക്ക് കയറിയ 6 മണിക്കാ 5:30 ആയിട്ട് വേളാങ്കണ്ണി കൊണ്ട് ബസ്. പിന്നെ ഇവിടെ കുറച്ച് മുമ്പൊക്കെ നമ്മള് ഇങ്ങോട്ട് വരണ തമിഴ്നാട് കടക്കണ നേരൊക്കെ കടത്തിന്റെ കുറച്ച് കഴിഞ്ഞപ്പോ കാണുമ്പോ ഇവിടുത്തെ വീടുകളൊക്കെ ഒരേപോലെ പിന്നെ ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കര ഇതാ. ബിൽഡിങ്ങുകളൊന്നും ഇല്ലാന്ന് പറയാം, വീടുകള് ആണ് കൂടുതലും. അതൊക്കെ ഒരേ നില. പക്ഷെ ഇവിടെ ഇപ്പൊ പിന്നെയും കുഴപ്പമില്ലാണ്ട് വീടുകളൊക്കെ കാണാണ്ട്. ഒരു മെയിൻ റോഡിക്ക് ഒരു നടന്നപ്പോ ഒരു നില, പിന്നെ ഒരേപോലെ ഒക്കെ വീടുകളൊക്കെ ഒരേപോലെ. നമ്മളവിടെ പോലെ 2 നില. അതെ, ഒക്കെ ഒരേപോലെ. ബിൽഡിങ്ങുകൾ തന്നെ ഭയങ്കര കുറവാ. സ്കൂൾ തന്നെ ഉള്ളതൊന്നും ബിൽഡിംഗ് ആയിട്ടൊന്നും ഇല്ലാന്നുണ്ട്. അങ്ങനൊന്നും കണ്ടില്ല. ഇവിടേക്ക് കിടന്നപ്പോ പിന്നെ കുഴപ്പമില്ല, വീടുകളൊക്കെ വേറെ വേറെ ടൈപ്പുള്ള വീടുകളാണ്. പിന്നെ നമ്മളെ പോലത്തെ സ്ട്രക്ചറിലെ വീടുകളൊക്കെ കാണാം. അങ്ങനെ 600 കിലോമീറ്റർ ടു വേളാങ്കണ്ണി. 560 കിലോമീറ്റർ. ചിലപ്പോ വഴി തെറ്റില്ല, 550 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. 2-3 സ്ഥലത്ത് വഴി തെറ്റി റൗണ്ട് അടിക്കാൻ. പിന്നെ അടുത്ത ഹമ്പ് വല്ലാത്തൊരു ഹമ്പാണ്. ഓക്കെ, എന്തായാലും റൂമിലെത്തിയിട്ടുള്ള ആ ബോർഡ് കണ്ടോ?
വേളാങ്കണ്ണി ചർച്ച്. നമ്മൾ അന്ന് വന്ന ആ വഴിക്കുന്ന അന്നപ്പോ അവിടെ ഇപ്പുറത്ത് വേളാങ്കണ്ണിയിൽ ഫോട്ടോ ഒക്കെ വെച്ച് ഇവിടെ നമ്മൾ അന്ന് ഇങ്ങനെ വന്നേ. ഇപ്പൊ ഇതിങ്ങനെ കാണാം. ഇതേടെ അവിടെ വേളാങ്കണ്ണി സ്പെഷ്യൽ. രണ്ട് വഴിക്കല്ലോ ഒന്നല്ലേ. എന്താ ഇവിടുത്തെ തിരക്ക്. ഇതേടെ വേണമെങ്കിൽ ഇപ്പുറത്ത് കറക്റ്റ് വേളാങ്കണ്ണിയുടെ സ്കൂള് കൂട്ടുകാർ നല്ല തിരക്കുണ്ടല്ലേ. ഇട ദിവസത്തിന്റെ ചെറിയൊരു തിക്കും തിരക്ക് കുറവുണ്ടോ? കിട്ടും. റൂമിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഫുഡ് അടിക്കാൻ സെറ്റപ്പാണ്. പള്ളിയുടെ അടുത്ത് തന്നെയല്ലേ റൂം? ആ പള്ളിയുടെ അടുത്ത റൂം. ആ അങ്ങനെ ആ വാടകയ്ക്കണം എടുക്കാം. എന്താ നല്ല തിരക്കാണ് ഗായ്സ് ഇവിടെ. ഇല്ല നല്ല തിരക്കൊന്നുമില്ല, തിരക്ക് കുറവാണ് പൊതുവെ. മീനാണ് മീൻ. അപ്പോൾ ഇവിടെ വന്നതൊരു 9:30 9 മണിക്ക് ഗേറ്റ് അടച്ചിട്ടു. കറക്റ്റ് ടൈമിൽ എല്ലാവരും പുറത്തായി. ഗേറ്റ് അടച്ചു. ആൾക്കാർ ഇവിടെ അങ്ങനെ വഴി ഇതാദ്യമായിട്ട് കാണുന്നിങ്ങനെ വഴിയിൽ നിറഞ്ഞു കിടക്കുന്നത്. ഇതൊരു വേറെ ഇതല്ല, ഇതൊക്കെ എൻ്റെ പിള്ളേര് വേറെ ഇല്ല. ഇത് കണ്ട ഞങ്ങളെല്ലാം സ്കൂൾ ഫുഡിനവർ ഇങ്ങനെ സംഭവങ്ങൾ. എനിക്ക് തോന്നുന്നു മാതാവിൻ്റെ മാസമായപ്പോഴേ ഒന്നിന് ഉദ്ദേശിച്ചില്ല അവര്. അത് 2 സൈഡിലേക്ക് പ്രത്യേകം തേയി പോയി. 2 കുറിച്ച് മാത്രമല്ല, 2 സൈഡിലും 3 മണി തുടങ്ങിയിട്ടുണ്ട് അവര്. ഇത് പറയണെങ്കിൽ 10, 20, 30, 40, 50, 56 മണിയപ്പെന്ന് പറയണേ. ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പം എന്തായാലും അങ്ങോട്ട് നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാതാവിൻ്റെ വണക്കമാസല്ലേ, 31-ാം തീയതി പരിപാടികളായിരുന്നേ. സംഭവം അടിപൊളിയുണ്ട്. ജനങ്ങളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെഡിങ് ആസ്വദിക്കാൻ ശാന്തമായ കടല്. ഇതെന്താ അവിടെ ചെത്തിയിട്ടല്ലേ? പിള്ളേർക്ക് ആയിരുന്നു പോവാളാട്ടാ. കാരണമാണ് സുനാമിക്ക് കൊണ്ടുപോകും. വലിയ
ഇതാണ്. മലയാളം ഉണ്ട് പഠിക്കും. അതിന് തിരക്കാം. കഴിഞ്ഞ ഒന്ന് പത്തിനുണ്ടായിരുന്നില്ല. പിന്നെ ഇനി അടുത്ത് ഫുഡ് അടിക്കാനുള്ള മോണിസ്റ്റാറിന്റെ പുറം സൈഡ് നമ്മൾ വേളാങ്കണ്ണി സ്ഥിരം വരുന്ന കൊല്ലത്ത് ആ പിള്ളേരൊക്കെ ഫോട്ടോ ഉണ്ട്. കട്ടൊക്കെ വെച്ച് അതൊക്കെ പഴയതുപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. അട്ടപ്പറ വെയിലാണ്, നല്ല വെയിലാണ്. ആ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കണം, നമുക്ക് അവിടെ ഫോട്ടോ എടുക്കണം. എന്നാലേ ഒരു വേളാങ്കണ്ണി വന്ന ത്രില്ലുണ്ടാവുള്ളൂ. എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഉഷാറായിട്ട് പിള്ളേരൊക്കെ അവർ ഈ ഫോട്ടോ എടുക്കാൻ സഹായിച്ച ടീമായിട്ട് അവർ ആ ചേച്ചി നമുക്ക് വേണ്ടി ഫോട്ടോ എടുത്തുന്ന പരിപാടി ഉഷാറാണ്. ഞങ്ങളിപ്പോൾ അടുത്ത പള്ളിയിൽ കൂടി പോയി ഇവിടുന്ന് മെല്ലനെ തട്ടി തപ്പാനുള്ള പരിപാടിയാണ്. നല്ല വെയിലാ. അത്ഭുതം പ്രവർത്തിച്ച പള്ളിയാണ്. മുട്ടൊട്ടിട്ട് വരുന്നില്ല. ഒരു വെയിലത്ത് ഓരോരോ പ്രാർത്ഥനകളാണ്. ഇവിടെ ഇടാ ഇന്നലത്തെ കൊന്ത അപ്പുറം കുടിച്ചുള്ള കൊന്ത. ഇവിടെ എന്തോ പരിപാടിക്ക് രാത്രി ഉണ്ട് കൊണ്ട് മൊത്തത്തിൽ. അവിടെ അത്ഭുതം പ്രവർത്തിച്ച് കിണർ സംഭവം താഴെ ചെറിയ രീതിക്കാണ്. എപ്പോഴും വെള്ളം വെച്ച് പണ്ടൊക്കെ കണ്ടായിരുന്നു, ഒന്നും കാണാറില്ല. നമ്മുടെ പിള്ളേര് മെഴുകിയിട്ട് അതിൻ്റെ വരുന്നുണ്ടോ രണ്ടാൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് എന്തോ അടിക്കാൻ പറഞ്ഞ പോലെ വരുന്നത് മെഴുകുതിരി എത്തിക്കാനല്ല. വീഡിയോകൾ കാണാം. ഇവിടെ പൂട്ടൊക്കെ ആദ്യം നിറച്ചും പൂട്ടും കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ ഇതുമ്മ മാത്രമാണ് ഉള്ളത്. എല്ലാം കുറേതൊക്കെ നിരോധിച്ചുകൊണ്ട് പാടില്ലാന്നാണ് ഈ സംഭവം. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തൊട്ടി ഇത് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിരുന്നത് മാതാവ് കുങ്കുമം ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. പാലിൻ്റെ ഇടയ്ക്കിലാരും മാതാവിൻ്റെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും തൊട്ടിക്ക് പുതിയ ടൗലായിട്ട് എന്തായാലും ആ പൂട്ടാൻ്റെ ഉള്ളിലൊന്നുണ്ട്. വീട് പണിക്കാന്ന് പറഞ്ഞു. രണ്ടെണ്ണം ഉണ്ട്. ചേട്ടാ ഇവിടെ എത്തി ആളുടെ കഷ്ടപ്പെട്ട് ഈ ചൂടുള്ള മണ്ണ് ഇവിടെ ചെരുപ്പിടാണ്ട് ഒരു ചെറിയ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പിലാണ് പ്രത്യേക വഴിപാടുകൾ.
ഭയങ്കര നല്ല വെയിലാട്ടാ. നഷ്ടപ്പെട വെയിലെത്തും. ഓരോരുത്തരും ഓരോ വഴിപാടുകൾ മനസ്സിൽ എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത് അവർക്കറിയുള്ളൂ. ചെരുപ്പിടാണ്ട് ഓരോ സ്റ്റെപ്പ് വെച്ച് 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 ഇവിടെ ഓരോ സ്ഥലങ്ങളുണ്ട്. 14 സ്ഥലത്തിൻ്റെ പോലെ ഞങ്ങൾ തണലത്തൂടെ പോണേ. എന്തായാലും നല്ല തിരക്കും. പ്രാർത്ഥിച്ചിട്ട് വെയിലിന്റെ കാഠിന്യം കൊണ്ട് ഞങ്ങള് നമ്മുടെ മെയിൻ പള്ളിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പള്ളി ഒരു വെയിലത്താണ്. മോർണിംഗ് സ്റ്റാറില് 8 മണി 9 മണി എന്നും മലയാളം കുർബാന. വെയില് നല്ല വെയിലാ. നമ്മുടെ മറ്റേ പഴയ വേറെ പള്ളിയുണ്ടായി. കയറി പറഞ്ഞ ആർച്ച് പള്ളിയുടെ ഉള്ളാണ്. രസമാണ്. വർക്കൊക്കെ അടിപൊളിയാണ്. പഴയ പള്ളിയിൽ പ്രസൈഡ് മാതാവിരിക്കാണ്ട് പ്രസൈഡ് ആരും കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയറി കണ്ടോ. നല്ല രസമുണ്ടാവും. ഞാൻ ഇത്ര കാലത്ത് കയറിയില്ല അങ്ങനെ പറയാൻ കാരണം ഇവിടെ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് കാണുന്ന വീഡിയോ എടുക്കാൻ. ഇങ്ങനൊരു സ്ഥലം പണിതിട്ടാണ് ആൾക്കാരൊക്കെ ഇവിടെ വേളൻകണ്ണിയോട് വിട പറയുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് അതൊക്കെ ആക്കി ഒഴിവാക്കി ഇപ്പോൾ എങ്ങോട്ടാണ്? ഇപ്പോഴത്തെ പ്ലാൻ കാന്തല്ലൂരാണ് ഗൈസ്. കാന്തല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം മണിക്കൂറുണ്ട്. 6-7 മണിക്കൂർ എത്തോളം പഠിക്കും. അപ്പോൾ ഇങ്ങനെ ബീച്ചിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഞങ്ങളെ റൂം നോക്കുന്നത്. ബീച്ച് സൂപ്പറാണ്. മീൻ പിടിക്കണ സ്ഥലമാണ്. മാർക്കറ്റ് ആ ഇത് നല്ല വെയിലാണ്. വല്ലാത്തൊരു വെയിലാണ്. ആ കൂളിംഗ് ഗ്ലാസ് വണ്ടി അതാണ് നമ്മള് നല്ല വെയിലാണ്. അതേപോലെ വേളങ്കണ്ണിന്ന് നേരെ വന്നു ഞങ്ങള് നമ്മുടെ അരുൺ പറഞ്ഞിട്ട് കാന്തല്ലൂർക്കാണ്. പാലൂരിലാണ് അരുൺ റിസോർട്ടുണ്ട് കാന്തല്ലൂര്. അപ്പോൾ അവൻ അന്ന് അവിടെ ഞങ്ങൾ വിളിക്കുമ്പോൾ പെട്ടെന്നാണ് വിളിച്ചത്. ആ റിസോർട്ടിൽ ആൾക്കാരുണ്ടായിരുന്നു. വേറെ അവൻ സെറ്റാക്കി തന്നാണ് അത്. സ്വിമ്മിങ് പൂളൊക്കെ ഉള്ളത്. എന്തായാലും
സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റാണ്. നമ്മൾ നേരത്തെ ഒന്ന് കുളിക്കണം. നല്ല കാറ്റാണ് ഇവിടെ, കാറ്റുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇതൊരു കുഴപ്പമില്ലാത്തൊരു ഏരിയ. പേരക്ക, പിന്നെ ഓക്കെ, എന്താ രസം. പിന്നെ കുറേ ഇതൊക്കെ പേരക്കും നാരകം നിൽക്കുന്നുണ്ട്. കാറ്റ് കേട്ടാൽ നമ്മൾ ചോദിക്കും മഴ പെയ്യുന്നു. മഴയല്ല, കുറേ ഇതുണ്ട്, റിസോർട്ടുകൾ നോക്ക്. ഞങ്ങളെ റിസോർട്ട് പ്രത്യേക റിസോർട്ടാണ്, ഞാൻ കാണിച്ചു തരാം. രണ്ട് നമ്മുടെ ശിഷ്യന്മാരിരിക്കണം, അവരാണ് ഇതിൻ്റെ നിൽക്കണു. സ്വിമ്മിംഗ് പൂൾ സന്ദർശനത്തിൽ വന്നുള്ളതാണ്. ചെരുപ്പിടാൻ പാടില്ല. കീപ് ഔട്ട് സൈഡ്, കണ്ടില്ലേ? വഴികൾ അതേ നിർത്തി. സ്വിമ്മിംഗ് പൂൾ നോക്കിയിട്ടായിരുന്നു. നല്ല തണുപ്പത്താണ്, ഇറങ്ങാ പോര്. വെള്ളം എങ്ങനെ നോക്കിയാൽ തണുണ്ടോ? തണുപ്പ വലിയ കുഴപ്പമില്ല. ചെരുപ്പ് ഇടാൻ പാടില്ലടി, കണ്ടില്ലേ? അടുത്താണ് കോട്ടൊക്കെ ഇട്ടിട്ടാ വരുന്നേ. ഏതിലേക്ക്? അപ്പൊ നമ്മള് വീട്ടില് റൂമിൽ ചൂടുവെള്ളം സെറ്റാക്കിട്ട് വന്നിട്ട് നിക്കാം. എന്തായാലും അടിപൊളി വൈബായിണ്ട്. ഇതേപോലെ കിടക്ക പുറത്തിറങ്ങി നടന്ന ഫാമിലി ആയിട്ട് ഇറങ്ങുക, ഒരു വേറൊരു ലെവല് വരാം. നല്ല രസത്തിൻ്റെ കാര്യങ്ങൾ കേട്ടോ. ഉഷാറ് സ്വിമ്മിംഗ് പൂള്. അല്ല, മൊത്തത്തിൽ ഇവിടെ നോക്കിയ ചെങ്കുത്താ മലകളാണ് ബാക്കിൽ. മഴ ചാറ്റൽ മഴയുണ്ട്, ദൂഷ്യാക്കണ്ട. ഫുള്ള് പേരയായിട്ടാ അവർ വെച്ചത്. കാന്തല്ലൂർ പേരയ്ക്കെന്തോ പ്രത്യേകത. ഇത് നാരങ്ങ ഓറഞ്ച് ഓറഞ്ചിൻ്റെ നിൽക്കുന്നില്ല. ഇതെന്ത് സംഭവമോ? ഇത് പ്ലം അല്ല, എന്തോ സാധനം തന്നെയാ. പ്ലമ്മല്ല അത്. ഇതെന്തിട്ട് മരാവോ അല്ലേ? കുറേ ഉണ്ടായിരുന്നല്ലോ. അല്ലടാ, അതെ. ആ, മാങ്ങയൊന്നുമില്ല. അവരോട് ചോദിച്ചു നോക്കാം. ആയിക്കോട്ടെ. മൊത്തത്തിലുണ്ടായി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലാണ്. അത് ചോദിച്ചു നോക്കണം. ഇത് മറ്റേ ഇത് ഷോക്ക് ഉണ്ടാവട്ടാ, ചെറുതായിട്ട്. കയറി വരുന്നതിലൊക്കെ വാച്ച് ടവറിൻ്റെ ഇവിടെ മേലെ കേട്ട് വാച്ച്. ഇവിടെ ആ ഫുഡ് അടിക്കാം. ആളുണ്ട് ഇവിടെ. ഓക്കെയാണ് ഒരു ഫുഡ് സെറ്റ് ആയിരുന്നു. കൈയ്യോടെ ഫുഡ് അടിക്കട്ടാ. എൻ്റെ മോള് യോഗ എടുത്ത് സെറ്റാക്കട്ടെ. കൂളിങ്ങില് നല്ല തണുപ്പ. യോഗ എടുക്കണേ. യോഗയില്
ശരീരത്തിന്റെ ഭാഗങ്ങളെ ചൂടാക്കാൻ വേണ്ടി യോഗയില് നല്ല മഴ കേട്ടാ. മഴ, കോട, അവിടെ സ്വിമ്മിംഗ് പൂള്, യോഗ. ഒരുത്തന്റെ എലിക്കുട്ടിയുടെ പോലെ എന്തൊക്കെയായിരുന്നു വീട്. എന്തായാലും ഞങ്ങൾ നല്ല ക്ലൈതിലാണ്, മഴയത്താണ് ഇങ്ങനെ നിക്കണത്. ഓ ഭാര്യയുടെ സ്ലീം ബാത്ത്. യോഗ റെഡിയാ, ഇറങ്ങ്. അല്ല എന്തായാലും ടൂർ അടിപൊളി. അവരെ ആഗ്രഹത്തിനനുസരിച്ച് സ്വിമ്മിംഗ് പൂളും തണുത്ത് വിറയ്ക്കണ നല്ല തണവാ. ഞാനപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ പമ്പയിൽ പോയി കുളിച്ചതും. ആടാ ഞങ്ങൾ താമസിച്ച വീടാട്ടെ കാണുന്നത്. മറ്റേ ഒരു മഡ് കൊണ്ട് ഉണ്ടാക്കും. സെറ്റപ്പ് കുഴപ്പമില്ല. ഇതെന്തോ ഫ്രൂട്ട്സ് ആണെന്നുണ്ട്, നല്ല ആരൊക്കെ ഉണ്ട്. വേഗം രണ്ട് താഴൊക്കെ അടിപൊളി ഉണ്ട് അവിടെ. അമ്മോ ഫ്രഷ് ഫ്രൂട്ട് തിന്നുന്നുണ്ട് ഒരാരും. നമുക്കും തിന്നണം. ഫാഷൻ ഫ്രൂട്ട് തിന്നിട്ടുണ്ടല്ലോ. നല്ലൊരു വൈബ് സെറ്റപ്പിലാണ് അവര്. മഡ് ഹൗസ് ആണ് മഡ് ഹൗസ്. ചെമ്പകത്തിലെ നില ഒടിഞ്ഞുണ്ട് അവരെ. വാട്സപ്പ് നെറ്റ് ഓൺ ആയതുകൊണ്ട്. അപ്പൊ കാന്തല്ലൂർ നമ്മുടെ ഈ റിസോർട്ടിന് സെറ്റായി പോകുന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ചില്ലായിട്ടൊക്കെ ഉണ്ട്. മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളെ വീടുണ്ടല്ലേ, താമസിക്കുന്ന വീട്. വാലടച്ചിട്ടാ വേണ്ട, നമ്മുടെ ചെക്കൻ വന്നതല്ല അല്ലേ. ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോ കാണിച്ചിട്ടാ ഞങ്ങൾ ഇവിടുന്ന് പോരേട്ടാ. എന്താ എൻ്റെ വൈബ്. ആ വഴി അങ്ങനെ സെറ്റപ്പ് വിട്ടപ്പെടക്കല്ലേ. എന്താ കുഞ്ഞി ശരിക്കും അതിന്റെ കറക്റ്റ് വഴിയിലൊരു കോൺക്രീറ്റ് ചെയ്തിട്ടാ. എന്റെ പൊന്നേ, വരുമോ അല്ലേ? കേട്ടൻ കയറി രക്ഷപ്പെട്ടു. കയറി രക്ഷപ്പെട്ടു. എന്തൊരു പേടിയായിരുന്നു. എന്തായാലും പിള്ളേര് പറഞ്ഞു കയറുന്നു. ഇനി നമുക്ക് ഇവനെ വിളിക്കാം, അരുണിനെ വിളിച്ചിട്ടേ. അരുണിനെ ഇവിടെ എവിടെയാണെന്ന് കൊണ്ട് ഈ കയറ്റത്ത് നിർത്താം. വഴി അറിയില്ല. ഞങ്ങൾ വന്നപ്പോഴേ അരുണ്ട ഇതില് ഇതിന്റെ പേരുന്ന ബാൻബറി ബംഗ്ലാവ്. അതില് ഞങ്ങൾക്കൊരു താമര ഇതൊക്കെ ഉണ്ടാക്കി. കൊക്ക് സെറ്റാട്ടാ. ഇവിടെ ഇങ്ങനെ മറിച്ച് അങ്ങോട്ട് നോക്കിയൊക്കെ
ആണാ പുറത്തനങ്ങളെ വിശേഷം കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് ശരിക്കും മുല്ലാടി നമ്മുടെ തെക്കുണ്ട്. അതിൽ ക്യാമ്പ് ഫയർ സെറ്റപ്പുള്ള എല്ലാ സംഭവം കേട്ടോ. ക്യാമ്പ് ഫയറുണ്ടോ? അവിടെ ഉണ്ടൊന്നും ഇവിടെ ഉണ്ട്. നൈറ്റ് വേപ്പ് ഇങ്ങനെ രണ്ടാമത്തെ ദിവസം കാന്തല്ലൂരാണ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അവിടുത്തെ വ്യൂ കൊടുത്ത വ്യൂ എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ചെക്കൻ്റെ അവിടുത്തെ റൂമിൻ്റെ അവിടെ പുറത്തിറങ്ങിയ സംഭവം എന്താ അല്ല മഴയാണ് അത് കാരണമാണ് ഇങ്ങനെ. ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ പെട്ടെന്നറിയില്ല. റൂമിൻ്റെ ഈ സൈഡ് നോക്കിയാൽ വേറൊരു പ്രത്യേക വ്യൂ ആട്ടാ. ഇപ്പം ഇവിടെ ഇരിക്കാൻ കേട്ടേക്കാം, കിടന്ന് കാണാം. പിന്നെ റൂമിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് കിടക്കാൻ ഇതിലെന്ത് സംഭവം അറിയാം. നമുക്ക് തെറ്റി പറ്റില്ല. സ്ലൈഡിങ് ആണത്. ഇതിൽ ആരോ ലൂസാക്കില്ല പറയാനുണ്ട്. ഇതിൻ്റെ പുറത്ത് കിടന്നാലും ഇങ്ങനെ അല്ല. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ ചായ കുടിയുള്ള സെറ്റപ്പ് ഉണ്ട്. നമ്മള് ഫ്രണ്ട് ഏരിയ ഇപ്പം മഞ്ഞൊക്കെ പോയിപ്പോൾ വേണ്ട. എന്താ ലെവല് ഇതൊന്നും സീതപ്പഴാത്ത ഇതുവരെ അവിടുത്തെ. ഇത് ഇവിടെ ഗ്ലാസ് ഇട്ട് ഇതാക്കിയിട്ട് സെറ്റാക്കിയിട്ട് വീണ്ടും അടയ്ക്കാം. ഇങ്ങോട്ട് കൊണ്ട് വഴി ഞാനിവിടെ ആന ഉണ്ടായിരുന്നു. പറഞ്ഞേ ആന ഇറങ്ങുന്ന സ്ഥലം. ഇവിടെ കറണ്ട് പ്രശ്നം. ജനറേറ്റർ ചിലതൊക്കെ അടിക്കണം. പച്ചപ്പൊക്കെ വെച്ച് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായി. പുല്ലൊക്കെ ഓടുന്ന കാണാം. നല്ല രസമാക്കി സെറ്റാക്കിട്ടാ. ഇനി ഇവിടുന്ന് മേലെ കയറിയുള്ള വ്യൂ ബ്രിക്കൊക്കെ അടിക്കാനുള്ള സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അടിപൊളിയാ. ഇരിക്കാം. വാ വെള്ളം ടാങ്കില് മയിലേറുണ്ട്. മഴ തൂളിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പിടുത്തം വിടുക. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതികൾ. പൂവൊക്കെ കൊടുന്ന് അടിപൊളിയാക്കി വെച്ചേട്ടാ. ഇവിടെ പൂവൊന്നും കേടുവരില്ലേ? അത് തണുകളല്ല. റോസൊക്കെ സെറ്റാക്കിട്ടുണ്ട്. മുട്ടിട്ടുണ്ട് റോസുകൾ. എല്ലാം നല്ല ഭംഗി വെക്കാണ്ട് കിട്ടില്ലെന്ന് സാധനം സെറ്റാണ്. നല്ല ഒരു വീട്ടിലേക്ക് കയറി വരുന്നൊരു ഇതിലാണ്.
അങ്ങനെ വന്ന് വീടിൻ്റെ പോലെ തന്നെ നമ്മുടെ വീട് എങ്ങനെയാണോ അതേപോലെയാണ് സെറ്റാക്കിയത്. കട്ടൊക്കെ വെച്ച് 2 ലക്ഷം. അങ്ങനെ മയിലിൻ്റെ കുട്ടികളും കേട്ടാ. എവിടെ അല്ലേ കാണാല അതിൻ്റെ ഉള്ളിലാണ്. കോഴിക്കോട്ട് പോലെ ഉണ്ടല്ലേ. നടക്കും കുറച്ചുകൂടി വലുതായിട്ട് കുട്ടികളതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. മേലൊന്നും കാണാനില്ല. അവൻ അവൻ്റെ സംരക്ഷണത്തിൽ കൊണ്ടുനടക്കുക. നമ്മുടെ ഇതിൻ്റെ പേരെന്താ? ബാൻബറി ബംഗ്ലാവ്. അതാണ് സാധനം. ഒരു ബംഗ്ലാവ് സെറ്റപ്പ് തന്നെ കേട്ടോ സെറ്റാക്കിയത്. പൊട്ടിക്കല് പൊട്ടീന് പോവും. കാന്തല്ലൂരിന്ന് ഇങ്ങനെ മൂന്നാർ വഴിക്കായിട്ട് വരുന്നത്. എന്താ ലെവല്. നമ്മളവൻ്റെ റൂമൊക്കെ ഇതാക്കി ഒഴിവാക്കി വെക്കേറ്റ് ചെയ്തു. ഞങ്ങള് അടിമാലി ഒക്കെ സൈഡ് അടിച്ചാൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് സുഖം. കണ്ടില്ല അതിൻ്റെ പണിക്കാർക്ക് അത്ര സുഖം ഉണ്ടാവില്ല. കാരണം നമുക്ക് സുഖമുണ്ട്. പിന്നെ മണ്ണിടിച്ചിലൊക്കെ ആയിരുന്നു റോട്ടില്. മരം വീണെടുക്കുക കൊണ്ട സീനാണ്. മൂന്നാറിന്ന് വരുമ്പോ റോഡ് ബ്ലോക്ക് നോക്കുമ്പോ കോൺക്രീറ്റ് പൊളിഞ്ഞ് കേട്ടാ. സീനായി ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിക്കുക. അല്ല ഒന്നും കണ്ടിട്ടില്ലേ. മഴക്കാലം കട്ടി